പറ്റുമോ? നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിഴലാകെ, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിഴവാകേണം. തള്ളിടാതെ താതൻ തകർത്തിടാതെ തന്നിടത്തലെന്നെ വീണ്ടെടുത്തു. തള്ളിടാതെ താതൻ തകർത്തിടാതെ തൻകരത്തിലെന്നെ ചേർത്തണച്ചു. തള്ളിടാതെ താതൻ തകർത്തിടാതെ തന്നിടത്തലെന്നെ വീണ്ടെടുത്തു. തള്ളിടാതെ താതൻ തകർത്തിടാതെ തൻകരത്തിലെന്നെ ചേർത്തണച്ചു. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ പാട്ടിൻ്റെ വരികൾ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ ലിജു പാസ്റ്റർ എഴുതിയതാണ്. ഈ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ മിക്കവാറും പലപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് പല അനുഭവങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കാറുണ്ട്. നമ്മളിപ്പോൾ ചർച്ചിലുള്ള വിശ്വാസികളും നമ്മൾ കോണ്ടാക്റ്റ് ഉള്ളവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനൊരു അനുഭവം പറയാം. ചില നാളുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ്റെ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ രാത്രി മീറ്റിങ്ങിന് അവിടെ സംബന്ധിക്കാം എന്നുള്ള താല്പര്യത്തിലാണ് വരുന്നത്. അപ്പോൾ രാത്രി അവിടെ ആക്ച്വലി മീറ്റിംഗ് ഇല്ല, പകൽ മാത്രമേ മീറ്റിംഗ് ഉള്ളൂ. ഞാനത് അറിയാതാണ് അവിടെ ചെല്ലുന്നത്. അപ്പം കീബോർഡൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളവിടെ ചെന്ന് കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് പിരിയാൻ നേരത്ത് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. കുറച്ച് പേരെ അവിടെ ഉള്ളൂ, ചർച്ചിലെ കുറച്ച് വിശ്വാസം. എനിക്കൊന്ന് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ലിജു പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, കീബോർഡ് കൊണ്ടുവന്നതല്ല, ചുമ്മാ എടുത്ത് വെക്കാം, നമുക്ക് വെറുതെ കുറച്ച് സമയം പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനുണ്ടായിരുന്നു, ലിജു പാസ്റ്റർ, അവരുടെ ഫാമിലി, ചർച്ചിനകത്തൊരു കുടുംബം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഈ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ എനിക്കൊന്ന് 7:30 എങ്ങാണ്ട് പാടി തുടങ്ങിയതാണ്. ഇത് അവസാനിച്ചത് വെളുപ്പിന് 4:30 ഈ പാട്ടിൻ്റെ വരികൾ പാടി തുടങ്ങിയതാണ്. ഞങ്ങൾ വലിയൊരു ജനക്കൂട്ടമൊന്നുമില്ല, മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, ജസ്റ്റ് ഈ കീബോർഡ് മാത്രം ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാളിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. പാട്ടിൻ്റെ 7:30 ആയപ്പോഴത്തേനും 7:15 ആയപ്പോഴത്തേനും പാടി തുടങ്ങി. ഭയങ്കര ദൈവപ്രവൃത്തി അവിടെ കർത്താവ് അയക്കാനായിട്ട് തുടങ്ങി. അവിടെ ഒരു മോളുണ്ടായിരുന്നു, എനിക്കൊന്ന് അവൾ 7-ലോ 8-ലോ എങ്ങാണ്ട്, അല്ല അത്രയും പ്രായമുള്ളൂ, 9-ലോ 8-ലോ എങ്ങാണ്ട് പഠിക്കുന്ന പ്രായമാണ്. അവളുടെ ശരീരത്തിനകത്ത് ദുരാത്മാക്കൾ അഴിഞ്ഞ് മാറാനായിട്ട് തുടങ്ങി. ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവ് അവിടെ ചെയ്തു. ഞാനത് ഒരനുഭവം മാത്രമാണ് പറഞ്ഞത്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യരുടെ ഹൃദയം തുറന്നെന്ന് പറയാമോ കർത്താവ്? ആ പാട്ടിൻ്റെ വരികൾക്കകത്ത് ഇങ്ങനൊരു വരിയുണ്ട്, തള്ളിടാതെ താതൻ തകർത്തിടാതെ തൻ കരത്തിൽ എന്നെ ചേർത്തണച്ചു. എനിക്ക് പേഴ്സണലി ആ വരികൾ ഒത്തിരി ഇഷ്ടമാണ്. കാരണം പകലിൽ കർത്താവിൻ്റെ ദാസൻ ക്ലാസ്സുകൾ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതുപോലെ തകർന്നു പോകാമായിരുന്ന അവസ്ഥകൾ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും തകർത്ത് കളയാതെ കർത്താവ് സൂക്ഷിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ ഒരുമിച്ച് ഉയരത്തിലേക്ക് നോക്കി നന്ദിയോടൊന്ന് പറയാം. തള്ളിടാതെ താതൻ തകർത്തിടാതെ തന്നിടത്തലെന്നെ വീണ്ടെടുത്തു. തള്ളിടാതെ താതൻ തകർത്തിടാതെ തൻകരത്തിലെന്നെ ചേർത്തണച്ചു. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിഴലാകെ, നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിറവാകേണം. നിൻ സാന്നിധ്യം എന്നിഴലാകേണം. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിറവാ. ചേർന്ന് പറയാൻ പറ്റുമോ? നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം എന്നിഴലാകേണം. നിൻ സാന്നിധ്യം, നിൻ സാന്നിധ്യം
എന്നിറവാകണം. കൂടെയുണ്ട് കൂടെയുണ്ട് യേശു എന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് താതൻ കൂടെയുണ്ട്. താനായി താണാലായി കൂടെയുണ്ട്. കൂടെയുണ്ട് യേശു കൂടെയുണ്ട്. കൂട്ടിനായി എന്നും കൂടെയുണ്ട്. കൂടെയുണ്ട് താതൻ കൂടെയുണ്ട്. കൂട്ടിനായി എന്നും കൂടെയുണ്ട്. പറയാമോ, അത് സിംഹത്തിൻ്റെ കുഴിക്കകത്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ അസംബ്ലിയായി ലൈനായി നമ്മളെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന സിംഹത്തിൻ്റെ കുഴിക്കകത്തേക്കാണ് വീഴുന്നതെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ തമ്പുരാനോടൊന്ന് പറഞ്ഞ, കർത്താവേ നിന്റെ സാന്നിധ്യം എന്നെ വിട്ടുമാറല്ലേ, നിന്റെ സാന്നിധ്യം എന്നെ വിട്ടുമാറല്ലേ കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നെ വിട്ടുമാറല്ലേ അപ്പ. ഒന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നാളെ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ് വീണ്ടും ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ആമേൻ, സ്തോത്രം. പാപപങ്കുലമായ ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ ജോലി സ്ഥലങ്ങളിൽ നിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുമാറല്ലേ. ഞാൻ നാളെ കോളേജിലേക്ക് പോകുമ്പോൾ, എൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുമാറല്ലേ അപ്പ. അതൊന്ന് പറയാമോ? നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിഴലാകണം. നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിറവാകണം. നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിഴലാകണം. നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിറവാ. ആ വരികളൊന്ന് ചേർന്ന് പറയാമോ? നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിഴലാകണം. നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിറവാകെ. ചേർന്നെല്ലാവരും, നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിറവാകണം. നിൻ സാന്നിധ്യം നിൻ സാന്നിധ്യം എന്നിഴലാകണം. അതെവിടേക്കാണെന്നറിയാമോ? പത്മോസിൻ മേഘതയിൽ സാന്നിധ്യം മതി എനിക്ക്. ഹോരേബിൻ ഉന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. പത്മോസിൻ മേഘതയിൽ സാന്നിധ്യം മതി എനിക്ക്. ഹോരേബിൻ ഉന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമല്ലായേ. നീ കൂടെ പോരുന്നില്ലെങ്കിൽ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. പറയാം, ആരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാ
രക്ഷിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ല പറയാമോ കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുവാൻ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോ പ്രത്യാശയോടെ പറയാമോ കാർമേഘത്തിൽ ഞാൻ മിന്നും സൂര്യൻ ഒന്നുകൂടെ പറയാമോ കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലു നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യനിറവല്ലു പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്ര ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്ര പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം നിന്നോടൊന്നിച്ചുള്ള എൻ്റെ കണ്ണീർ നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം ഓ നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും നിന്റെ മുഖശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം
പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷ. ഓ യേശു കർത്താവേ, നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ രക്ഷാസ്ഥാനം, നിന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആശ്രയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്.